നമസ്കാരം. അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾക്കിടയിലും US സൈനിക കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഇറാൻ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടാണ് പുതുതായി പുറത്തെത്തിയത്. ചൈനീസ് കമ്പനിയായ എർത്ത് ഐ വികസിപ്പിച്ച TEE-01B എന്ന ഉപഗ്രഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷം രഹസ്യമായി കൈമാറ്റം ചെയ്ത ഈ ഉപഗ്രഹം പശ്ചിമേഷ്യയിലെ US നീക്കങ്ങളെ നിരീക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായാണ് റിപ്പോർട്ട്. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം മാത്രം കൈമാറുന്ന ചൈനയുടെ സവിശേഷമായ രീതിയിലൂടെയാണ് ഇറാൻ ഈ ഉപഗ്രഹം സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ ബീജിംഗ് ആസ്ഥാനമായുള്ള എംബോസാറ്റ് എന്ന കമ്പനിയുടെ ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല ഉപയോഗിക്കാനുള്ള അനുമതി ഇറാന് ലഭിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ കൃത്യമായ സ്ഥാനവും വിവരങ്ങളും ശേഖരിക്കാൻ ഈ സംവിധാനങ്ങൾ ഇറാനെ സഹായിച്ചു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർദാനിലെ മുബാഫക് നസാൽപത്ത് എയർബേസ്, ബഹ്റൈനിലെ US 5ാം നേവി ഫ്ലൈറ്റ് ആസ്ഥാനം എന്നിവ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങൾ ഈ ഉപഗ്രഹം പകർത്തി എന്നാണ് റിപ്പോർട്ട്. മാർച്ചിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. കുവൈറ്റ്, ജിബുട്ടി, ഒമാൻ എന്നിവിടങ്ങളിൽ US കേന്ദ്രങ്ങളും ഉപഗ്രഹ നിരീക്ഷണ വലയത്തിലായിരുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ യുദ്ധം ഇനി അധികം നീളില്ല എന്ന സൂചന കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾ തുടരുമെന്നും ചർച്ചകൾക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേതൃത്വം നൽകുമെന്നാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ധാരണയായി എങ്കിലും കാലാവധിയുടെ കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കണമെന്നാണ് അമേരിക്ക മുന്നിൽ വെക്കുന്ന ആവശ്യം. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാനിയൻ തുറമുഖങ്ങളിലൂടെ ഒരു കപ്പലും കടന്നുപോയിട്ടില്ല എന്ന് അമേരിക്കൻ സേന വ്യക്തമാക്കുകയും ചെയ്തു. ഉപരോധത്തിനെതിരെ ചൈന രംഗത്തെത്തി. അതേസമയം തുടർ ചർച്ചകൾക്ക് ധാരണയായി എങ്കിലും തെക്കൻ ലെബനോണിൽ വെടിനിർത്തലിന് ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലായിരുന്നു ഇസ്രായേൽ ലെബനോൺ ചർച്ച നടന്നത്. ഇസ്രായേലുമായുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതായും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോണി പ്രഖ്യാപിച്ചിരുന്നു. ലെബനോണിലെ UN ഇറ്റാലിയൻ സൈനികർക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു നടപടി. യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെയും ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനിൽ ആയിരങ്ങളെ ഭരണകൂടം കൊലപ്പെടുത്തിയ കാര്യങ്ങൾ പോപ്പിനെ ആരെങ്കിലും അറിയിക്കണമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. അതായത് ട്രംപിനെതിരെയുള്ള മാർപ്പാപ്പയുടെ നിലപാട് മാറ്റാനുള്ള ട്രംപിന്റെ ഒരു ശ്രമം കൂടിയായിരുന്നു.